നമസ്കാരം. അമേരിക്ക പുതിയ പദ്ധതിയുമായി രംഗത്തെത്തുകയാണ്. ഈ പദ്ധതിയുടെ പേര് ഗോൾഡൻ ഡോം അഥവാ സ്വർണ്ണ കവചം എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെക്കാട്ടിലും ശക്തിയുള്ള ഒരായുധമായിരിക്കും ഈ ഗോൾഡൻ ഡോം എന്നാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ അടക്കം അവകാശവാദം. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെക്കാട്ടിലും ശക്തിയുള്ള ഗോൾഡൻ ഡോമുമായി വരാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും തലപുകഞ്ഞ്. അതിനു പിന്നിൽ വലിയൊരു കാരണമുണ്ട്. അത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടൽ അമേരിക്കയുടെ മാനം കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂട്ടത്തിൽ ചൈനയുടെയും മാനം കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുടെ മാനം എങ്ങനെയാണ് നമ്മുടെ രാജ്യം തകർത്തത് എന്നുള്ളതല്ലേ. അമേരിക്കയുടെ F-16 വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ കൈകളിലുണ്ടായിരുന്നു. ഈ F-16 വിമാനങ്ങളെ ഇന്ത്യ വളരെ ഗംഭീരമായി പോരാടി തകർത്ത് തരിപ്പണമാക്കി. ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. അമേരിക്കയുടെ ആയുധ കച്ചവട കയറ്റുമതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതോടുകൂടി ലോകത്ത് ഒരിടത്തുമില്ലാത്ത മിസൈൽ സിസ്റ്റം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം ഞങ്ങളിതാ കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് പ്രധാനമായും അമേരിക്ക പറയുന്നത്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഗോൾഡൻ ഡോം, അയൺ ഡോം നമ്മൾ കണ്ടിട്ടുണ്ട്, S-400 നമ്മൾ കണ്ടിട്ടുണ്ട്. പോരാത്തതിന് നമ്മളിപ്പോൾ താഡും കണ്ടിട്ടുണ്ട് അമേരിക്കയുടെ. ഇതിനെല്ലാം പുറമെ എന്താണ് ഈ ഗോൾഡൻ ഡോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡൻ ഡോം സ്പേസിൽ നിന്നും വരുന്ന മിസൈലുകൾ വരെ തടയും എന്നാണ് നിലവിൽ അമേരിക്കയുടെ അവകാശവാദം. പോരാത്തതിന് ഈ എയർ ഡിഫൻസ് സംവിധാനത്തെ തകർക്കാൻ ലോകത്ത് വേറൊരു എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഇല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഈ എയർ ഡിഫൻസ് സംവിധാനം രംഗത്തെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അമേരിക്കയുടെ ആയുധ കയറ്റുമതിയിൽ നമ്പർ 1 അമേരിക്കയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2ാം ലോക മഹായുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിപ്പിച്ച് ആയുധങ്ങൾ വിറ്റ് സൂപ്പർ പവറായ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ രാജ്യം അന്ന് മുതൽ ഇന്ന് വരെ ലോകശക്തിയായി പിടിച്ചു നിൽക്കുന്നത് ഈ ആയുധ കച്ചവടത്തിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലമായി അമേരിക്കയുടെ ആയുധ കയറ്റുമതി പല രാജ്യങ്ങളിലും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് തുടക്കമിട്ടത് നമ്മുടെ രാജ്യം ഇന്ത്യയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു എയർ ഡിഫൻസ് സംവിധാനം വാങ്ങിക്കാനായി തയ്യാറെടുക്കുന്നു. നമ്മുടെ സംവിധാനം, അതായത് നമ്മുടെ രാജ്യം എയർ ഡിഫൻസ് സംവിധാനം എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? അത് റഷ്യയിൽ നിന്നാണ് മേടിക്കുന്നത്. S-400 എന്നാണ് ഈ റഷ്യൻ എയർ ഡിഫൻസ് സംവിധാനത്തിൻ്റെ പേര്. അമേരിക്ക കണ്ണുരുട്ടി. ഒരിക്കലും നിങ്ങൾ അവിടെ നിന്നത് മേടിക്കരുത് എന്ന് അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞു. ഇന്ത്യ അതിന് യാതൊരുവിധ വിലയും കൊടുത്തില്ല. ഇന്ത്യ S-400 സംവിധാനം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. നമ്മൾ അത് ഉപയോഗിച്ച് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ അവിടെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. റഷ്യയിൽ പോലും പരാജയപ്പെട്ട S-400 സംവിധാനം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് വിജയിപ്പിച്ചത് എന്നുള്ളതാണ് ആ ചോദ്യം. അതിന് പിന്നിൽ നമ്മൾ S-400 മാത്രമല്ല മേടിച്ചത്, ആ ടെക്നോളജിയും ഇങ്ങോട്ട് മേടിച്ച് ആ ടെക്നോളജിയിൽ നമ്മുടെ ടെക്നോളജി കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തി. ഇപ്പോൾ അത് S-400 അല്ല, ഇന്ത്യയുടെ സുദർശന ചക്രമാണ്. ആ സുദർശന ചക്രം ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് ചൈനയും അസ്വസ്ഥതപ്പെടുത്തുന്നു. പോരാത്തതിന് S-400ൻ്റെ അതിഭീകരമായിട്ടുള്ള ഈ പെർഫോമൻസ് കണ്ടിട്ട് റഷ്യ S-500 മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ സംയുക്തമായി നമുക്ക് നിർമ്മിച്ചാലോ എന്നൊരു ചോദ്യം ഇന്ത്യക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. പോരാത്തതിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാകിസ്ഥാൻ്റെ എയർബേസുകളിൽ സമ്പൂർണ്ണമായി സംഹാര താണ്ഡവമാടിയത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലാണ്. ഈ ബ്രഹ്മോസ് മിസൈലും ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്നതാണ്. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുത്രയുടെ ബ്രഹ്മയും മോസ്കോയുടെ മോസും കൂടെ ചേർത്ത് ബ്രഹ്മോസ് എന്ന പേര് അതിന് നൽകി. നമ്മൾ ഇപ്പോൾ ആ മിസൈൽ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ റഷ്യയ്ക്കും കൊടുക്കുന്നുണ്ട്, കച്ചവടവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 2013-14 അതായത് UPA സർക്കാരിൻ്റെ കാലത്ത്, മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്ത്യയുടെ ഇന്ത്യ അപ്പോഴും ആയുധ കച്ചവടം നടത്തുമായിരുന്നു. പക്ഷേ ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യ അന്ന് 2ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് ആയുധ കയറ്റുമതി ചെയ്യുന്നതിൽ 25 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ രാജ്യം ഇടം പിടിച്ചിരിക്കുകയാണ്. 2014
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന അമിത്ഷാ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്, അതായത് നരേന്ദ്രമോദിക്ക് 25 വർഷം നിങ്ങൾ കൊടുക്കൂ, ഇന്ത്യയെ അദ്ദേഹം ഒരു സൂപ്പർ പവറാക്കി കാണിച്ചു തരും എന്നാണ് അമിത്ഷാ അന്ന് പറഞ്ഞ വാക്കുകൾ. അന്ന് അതിൻ്റെ അർത്ഥം ആർക്കും പിടികിട്ടിയില്ല. എന്തായാലും 2014 കഴിഞ്ഞ് 2025 10 വർഷത്തിനപ്പുറം എത്തി നിൽക്കുമ്പോൾ 639 കോടിയിൽ കിടന്ന ഇന്ത്യയുടെ ആയുധ കച്ചവടം, അതായത് ആയുധം കയറ്റുമതി ചെയ്യുന്ന ആ കച്ചവടം ഇന്ന് എത്തി നിൽക്കുന്നത് 23,000 കോടിയിലാണ് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. 2030 നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 30,000 കോടി രൂപയുടെ ആയുധം കയറ്റുമതി ചെയ്യാനാണ്. ചില്ലറ കാര്യമല്ലേ ഇത്. 10 കൊല്ലം കൊണ്ട് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയിലുണ്ടായ നേട്ടമാണ് ഇത് എന്ന് അംഗീകരിച്ചേ മതിയാകൂ. അത് അംഗീകരിക്കാത്ത പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി തോറ്റ മണ്ഡലമായിട്ടുള്ള അമേഠി, അവിടെ നിന്ന് നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? ഹോവിസ്റ്റർ തോക്ക് നിർമ്മാണശാല അമേഠിയിൽ തുടങ്ങി. ഇതും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തൊരടിയായിരുന്നു. അപ്പോൾ ഇന്ത്യ അതിഭീകരമായിട്ട് വളർന്നു വരുന്നു. ബ്രഹ്മോസിൻ്റെ ഈ ശക്തി ലോക രാജ്യങ്ങൾ മുഴുവൻ കാണുകയാണ്. പണ്ട് അമേരിക്ക ഇന്ത്യയുടെ ഉറ്റമിത്രമൊന്നുമല്ലായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയുടെ മാർക്കറ്റ് എന്താണെന്നും ആ മാർക്കറ്റിൻ്റെ ശക്തി എന്താണെന്നും അമേരിക്കയ്ക്ക് മുമ്പിൽ കൃത്യമായി നമ്മുടെ രാജ്യം കാണിച്ചു കൊടുത്തു. അതിനുശേഷം അമേരിക്ക ഇന്ത്യയുടെ സൗഹൃദത്തിനായി നിർബന്ധിതരാകുകയായിരുന്നു. അങ്ങനെ അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്തായി എന്ന് പറയുന്നതിനെക്കാട്ടിലും സുഹൃത്തായി നടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇന്ത്യയുടെ സുഹൃത്തായി. അതിനുശേഷം അമേരിക്ക ചെയ്ത കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് വേണ്ടിയാണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. അമേരിക്കയുടെ കുറച്ച് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രയോജനിക് എൻജിൻ ഞങ്ങൾക്ക് വേണം എന്ന് അതായത് നമ്മുടെ ഇന്ത്യ പല രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട സമയത്ത് അതിനെല്ലാം തടയിട്ടൊരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയുടെ GPS സിസ്റ്റം നമ്മുടെ യുദ്ധത്തിനായി ഉപയോഗിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരില്ല എന്ന് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തിൻ്റെ മുമ്പിൽ ക്രയോജനിക് എൻജിൻ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി. നാവിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം GPS സിസ്റ്റത്തിന് പകരം നമ്മൾ വികസിപ്പിച്ചെടുത്തു. GPSൻ്റെ 10 മടങ്ങ് ശക്തിയുള്ള പ്രിസൈസ് ആൻഡ് ആക്യുറേഷനുള്ള നാവിക് സിസ്റ്റം. അതായത് ഭീകരവാദി അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിച്ചിരുന്നാലും അത് തുറന്ന് ആ ഗർഭപാത്രത്തിനൊരു കേടുപാടും വരുത്താതെ ഭീകരവാദിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ നാവിക് സിസ്റ്റം ഇന്ത്യ വികസിപ്പിച്ചെടുത്തു എന്നുള്ളിടത്താണ് ഇന്ത്യയുടെ കരുത്ത് നമ്മൾ അമേരിക്കയ്ക്ക് മുമ്പിൽ തുറന്നു കാട്ടിയത്. ആ ഇന്ത്യയുടെ കരുത്ത് ഇപ്പോൾ അമേരിക്ക വീണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മോസിലൂടെ. ബ്രഹ്മോസിനായി പല രാജ്യങ്ങളും ഇന്ത്യയെ സമീപിക്കുന്നുണ്ട്. ഇത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ F-16 തകർന്ന് തരിപ്പണമായി. ഇന്ത്യ F-16 പകരം റഫാൽ മേടിച്ചപ്പോൾ ഇവിടെ പല ആൾക്കാരും മുറവിളി കൂട്ടി എന്തുകൊണ്ട് F-16 മേടിക്കുന്നില്ല എന്നുള്ളത്. എന്തായാലും F-16 അമേരിക്കയുടെ ഇന്ത്യ തന്നെ തകർത്ത് തരിപ്പണമാക്കി മാർക്കറ്റ് ഇടിച്ചു. അതിന് പകരം ഇതാ ഞങ്ങൾ ലോകശക്തി തന്നെയാണ്, ഞങ്ങളെ തടയാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അമേരിക്ക പുതിയ ഉരുക്കുകുടയ്ക്ക് പകരം പുതിയൊരു സ്വർണ്ണക്കുടയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. S-400 റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചപ്പോൾ S-400 മേടിക്കരുത്, ഞങ്ങളുടെ താടുണ്ട് അത് മേടിക്കൂ എന്നാണ് കൃത്യമായി അമേരിക്ക എന്ന് പറഞ്ഞത്. അതൊന്നും നമ്മൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ അഭിമാനാർഹമായിട്ടുള്ള നേട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് ഈ വീഡിയോയിൽ പരാമർശിക്കാതെ മുന്നോട്ട് പോകാനായി സാധിക്കില്ല. ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷമായി ആയുധ ഉൽപ്പാദനത്തിലും ആയുധ കയറ്റുമതിയിലും വലിയ മുന്നേറ്റമാണ് നേടുന്നത് എന്ന് പല ആൾക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങൾ എന്താണ്, സൈനിക ഉപകരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കട്ടെ. അതുകൂടെ നമുക്ക് നോക്കാം. ലഘു യുദ്ധം നടത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇന്ത്യ പ്രാഥമികമായി കയറ്റുമതി ചെയ്യുന്നത്. ഇൻസാസ്, AK-203 പോലുള്ള റൈഫിളുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കർബൈൻ സ്നൈപ്പർ റൈഫിളുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പിസ്റ്റളുകൾ, റിവോൾവറുകൾ ഇത്രയും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇനി പിനാക്ക് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അടക്കമുള്ള പിനാക്ക MPRL പോലെയുള്ള തീവ്രമായിട്ടുള്ള ആയുധങ്ങളും ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചത്, റഷ്യയ്ക്ക് റോയൽറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അസ്ത്ര എയർ ടു എയർ മിസൈൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്.
ഇന്ത്യ വിമാനങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഓപ്ഷനിലുള്ളത്. ലെറ്റൈ കമാറ്റ് എയർക്രാഫ്റ്റ് തേജസ്, അത് ഇന്ത്യയുടെ സ്വന്തം എയർക്രാഫ്റ്റാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ പടക്കുതിരയാണ് തേജസ് എന്ന് പറയുന്നത്. അത് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഡ്രോൺ സിസ്റ്റങ്ങൾ സ്വിച്ച്, റസ്റ്റം, തപസ്, BH UAVs എന്നിവയെല്ലാം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ HAL ധ്രുവ്, HAL രുദ്ര, ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. നാവികസേന ഉപകരണങ്ങളിൽ ഇന്ത്യ പട്ടാള കപ്പലുകൾ, ഓഫ് ഷോർ പെട്രോൾ വെസൽസും ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ടോർപിഡോകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. സോണാർ, റഡാർ സിസ്റ്റങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. റഡാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. BFSR ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് റഡാർ, ആകാശ് വെപ്പൺ സിസ്റ്റം SAM സിസ്റ്റം ഇന്ത്യയുടെ കയറ്റുമതികളിൽ പെടുന്ന ഒന്നാണ്. സിമുലേറ്റർമാരും ടെക്നോളജി ട്രാൻസ്ഫറും ഇന്ത്യ ചെയ്യുന്നുണ്ട്. അതായത് സൈനിക പരിശീലനത്തിനുള്ള സിമുലേറ്റർമാർ, ടെക്നോളജി ട്രാൻസ്ഫർ വഴിയുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇനി പ്രധാനമായും ഇന്ത്യ കയറ്റുമതിയിൽ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങൾ ഫിലിപ്പീൻസ്, അർമേനിയ, വിയറ്റ്നാം, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, സുഡാൻ, സേഷൽസ്, മൊസാംബിക്, മിഡിൽ ഈസ്റ്റിൽ UAE, സൗദിയിലൊക്കെ ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സൗദിയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും വലിയ സുഹൃത്താണെന്ന് പറയുന്ന അമേരിക്കയ്ക്ക് അത് ദഹിക്കില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഗോൾഡൻ ഡോം പോലെയുള്ള പല കാര്യങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. ഇത് റൊണാൾഡ് റീഗൻ്റെ സ്വപ്നമാണ്. $175 മില്യൺ ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്, ഈ ഗോൾഡൻ ഡോമിന് വേണ്ടി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഇപ്പോൾ നടത്തുമ്പോൾ അമേരിക്ക അങ്കലാപ്പിലാണ്, കൂടെ ചൈനയും അങ്കലാപ്പിലാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾ ഇന്ത്യയുടേതാകും എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ഉറപ്പുണ്ട്. ആ ഉറപ്പ് അമേരിക്കയെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്, അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പല പണികളും തരാൻ അമേരിക്കയും അമേരിക്കയുടെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം.